ഹായ് ഗൈസ്, അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ബേസാണ് ഇടേണ്ടത്. ബേസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സെറം കൂടി ഇടാം. എന്തായാലും മോയ്സ്ചറൈസർ ഇട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഇട്ടത്. പിന്നെ ഫൗണ്ടേഷനും സൺസ്ക്രീനും ഒപ്പരം വേറെ പൈസ കളയേണ്ടി വന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ടു. എന്നിട്ട് കുറേ ബ്ലഷ് അങ്ങ് വാരിയിട്ടു. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സ്ട്രോബെറി പോലെ ചുമന്ന് തുടുത്തിരിക്കാൻ വേണ്ടിയിട്ട്. അവസാനം അത് ആരോ മോന്തയ്ക്ക് അടിച്ച പോലെ ഒരു വൈബായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ബ്ലെൻഡ് ചെയ്തങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം ഐലൈനർ. ഇതാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. അപ്പോൾ രണ്ട് കണ്ണും ഒരേപോലെ വരയ്ക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ഞാൻ കയ്യിലെടുത്തിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ മസ്കാരയിലോട്ട് പോയി. അത് ഇടാൻ ഭയങ്കര രസമാണെങ്കിലും കഴുകിക്കളയാൻ നല്ല പാടാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കൺസീലറിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹൈലൈറ്റർ തേക്കാമെന്ന്. ബിക്കോസ് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഗ്ലോയി മേക്കപ്പാണ്. സോ ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഇട്ടു. ഇനി നമ്മുടെ വൺ ആൻഡ് ഓൺലി ലിപ്സ്റ്റിക്. ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാം എങ്ങനെയുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടുത്തെ കമ്മലിട്ടില്ല. കമ്മലിട്ട് പൊട്ടുകുത്തി മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ബായ്.